ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ട്രാൻസ്മിഷൻ ഡ്രൈവ്സ് അല്ലെ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇൻ ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇത് റോപ്പ് ഡ്രൈവ്. അപ്പൊ റോപ്പ് ഡ്രൈവ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വെരി ലോങ് ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റോപ്പ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. അപ്പൊ റോപ്പ് ഡ്രൈവ് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം അതിലും ഡ്രൈവർ പുള്ളി, ഡ്രിവൺ പുള്ളി, പക്ഷെ ബെൽറ്റിന് പകരം എന്ത് യൂസ് ചെയ്യും? റോപ്പ് യൂസ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത ട്രാൻസ്മിഷൻ ഡ്രൈവ് ആണ് ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആണ് ചെയിൻ ഡ്രൈവ്. അപ്പോൾ ചെയിൻ ഡ്രൈവ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? എൻഡ്ലെസ് ചെയിൻ റണ്ണിങ് ഓവർ സ്പെഷ്യൽ പ്രൊഫൈൽഡ് ടൂത്ത്. അപ്പോൾ ഒരു ടൂത്ത് വീൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പല്ലുകളുള്ള ഒരു വീലായിരിക്കും. അതിനെയാണ് സ്പ്രോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സൈക്കിളിലും സ്കൂട്ടറിലും ഒക്കെ ഉള്ള ഒരു ട്രാൻസ്മിഷൻ ഡ്രൈവ് ആണ് ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് പുള്ളി എന്നുള്ളതിന് പകരം എന്താണ്? സ്പ്രോക്കറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായിരിക്കും. അപ്പൊ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും. ഇപ്പൊ സൈക്കിള് അതിന്റെയൊക്കെ കേസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നമ്മള് സൈക്കിളിന്റെ ചവിട്ടുന്ന പോർഷൻ, അതായത് പെഡൽ, ആ ഒരു പോർഷനിൽ എന്താണ്? വലിയ സ്പ്രോക്കറ്റ് ആയിരിക്കും. വീലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ചെറുതുമായിരിക്കും. അപ്പൊ അവിടെ അതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വലിയ സ്പ്രോക്കറ്റ്, അതായത് വലിയ പുള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ വലിയ ഒരു സ്പ്രോക്കറ്റിൽ നിന്ന് ചെറിയതിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂടുതലായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സ്പീഡ് നമുക്ക് അതിന് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഇനി തിരിച്ചാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സ്പീഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോ ഇതില് ചെറിയ സ്പ്രോക്കറ്റിനെ പിനിയൻ എന്നാണ് വിളിക്കുന്നത്. ചെറിയ സ്പ്രോക്കറ്റിനെ പിനിയൻ എന്നും വലിയ വീലിനെ അല്ലെങ്കിൽ വലിയ സ്പ്രോക്കറ്റിനെ വീൽ എന്നുമാണ് പറയുന്നത്. ഇപ്പൊ ലാർജ് അല്ലെങ്കിൽ ബിഗർ സ്പ്രോക്കറ്റിനെ വീൽ എന്നും ചെറുതിനെ പിനിയൻ എന്നുമാണ് വിളിക്കുന്നത്. ഇനി ബെൽ ഡ്രൈവിനെ അപേക്ഷിച്ച് ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതില് സ്ലിപ്പ് എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. നോ സ്ലിപ്പ് ആണുള്ളത്. അപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ ടീത്തിലും എന്താണ്? ഈ ചെയിൻ എൻഗേജ് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതില് സ്ലിപ്പ് എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ചെയിൻ ഡ്രൈവ് യൂസ് ചെയ്യുന്നത് നമുക്ക് വളരെ ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് ചെയിൻ ഡ്രൈവ് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് വളരെ നോയ്സി ആയിരിക്കും. അപ്പോൾ ഷോർട്ടർ ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഈ ചെയിൻ ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്യൂട്ടബിൾ ഫോർ സ്മോൾ സെന്റർ ഡിസ്റ്റൻസ്. അപ്പൊ സാധാരണ എത്രയാണ്? 3 മീറ്റർ ഡിസ്റ്റൻസിൽ വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ചെയിൻ ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ ഡ്രൈവിന്റെ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തേത് ബേസ്ഡ് ഓൺ കൺസ്ട്രക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. റോളർ ചെയിനും സൈലന്റ് ചെയിനും. റോളർ ചെയിനും ഉണ്ട്, സൈലന്റ് ചെയിനും ഉണ്ട്. റോളർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടൈപ്പ് ചെയിൻ എന്ന് പറയുന്നത് റോളർ ചെയിൻ ആണ്. അപ്പൊ അതില് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ഇവിടെ അതിന്റെ പാർട്സ് കാണിച്ചിട്ടുണ്ട്. ഒരു ബെയറിംഗ് പിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ബുഷ് ഉണ്ടാവും, പിന്നെ ഇന്നർ പ്ലേറ്റ്, ഔട്ടർ പ്ലേറ്റ്, 2 പ്ലേറ്റുകൾ ഉണ്ടാവും. അപ്പൊ പ്ലേറ്റ് പിന്നെ ബുഷ്, അപ്പൊ ഇങ്ങനെ 3 പാർട്സ് തമ്മിൽ അസംബിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്? ഓരോ ചെയിന്റെ ഓരോന്നും നമുക്ക് അങ്ങനെ കിട്ടുന്നത്. അപ്പൊ ഇതിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ചെയിൻ കിട്ടും.
അപ്പോൾ നോർമലി ചെയിൻ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഗ്രേഡ് സ്റ്റീലാണ്. ഹൈ ഗ്രേഡ് സ്റ്റീൽ. അപ്പൊ ഹൈ ഗ്രേഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നിക്കൽ, ക്രോമിയം ഒക്കെ ഉണ്ടാവും. അതായത് നിക്കൽ, ക്രോമിയം, മോളബ്ഡിനം ഒക്കെയാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീലിൽ തന്നെ അലോയ് സ്റ്റീലാണ്, ഹൈ ഗ്രേഡ് സ്റ്റീൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചെയിൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് റോളർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെയിൻ ഡ്രൈവിന്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ബെൽറ്റ് ഡ്രൈവിനേക്കാൾ കൂടുതലാണ്. ബെൽറ്റ് ഡ്രൈവിനേക്കാൾ കൂടുതലാണ്. പിന്നെ ഇതില് ഈ നോയ്സ് കുറച്ചുണ്ടാവും, പക്ഷെ എന്നാലും ഈ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി കൂടുതൽ ഏതിനായിരിക്കും, ഈ ഒരു ചെയിൻ ഡ്രൈവിനായിരിക്കും, ബെൽറ്റ് ഡ്രൈവിനെ അപേക്ഷിച്ച്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് സൈലന്റ് ചെയിൻ ആണ്. സൈലന്റ് ചെയിൻ. അപ്പോൾ സൈലന്റ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഫിഗറിൽ കാണാം. ഇതിലെന്താണ്, ഗിയർ പോലെ തന്നെ ഉള്ള അതേപോലെയുള്ള ടീത്തുകളായിരിക്കും ഇതിന്റെ സ്പ്രോക്കറ്റിൽ ഉണ്ടാവുക. എന്നിട്ട് ഇതിൽ എന്താണ്, ഈ പറഞ്ഞതുപോലെ ചെയിൻ അതുപോലെ ഇതൊരു സ്പെഷ്യൽ ഡിസൈൻ ആയിരിക്കും. ഇപ്പൊ ഇതിന്റെ ഓരോ ടീത്തിലും എന്ത് ചെയ്യും, ഇത് ഗിയർ എൻഗേജ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ബെൽറ്റ്, ഈ ചെയിനും എൻഗേജ് ചെയ്തിട്ടാണ് ഇവിടെ റൺ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് മുമ്പ് പറഞ്ഞ റോളർ ചെയിനിനേക്കാൾ നോയ്സ് വളരെ കുറവായിരിക്കും, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആയിരിക്കും. അതുപോലെ തന്നെ വൈബ്രേഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഇപ്പൊ റോളർ ചെയിന്റെ കേസ് പറയുമ്പോഴത്തേക്കും അതിൽ വൈബ്രേഷൻ ഒക്കെ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഇതെല്ലാം സ്പ്രോക്കറ്റുകളാണ്. ഇതിങ്ങനെ ഷാർപ്പായിട്ടുള്ള ടീത്തുകളായിരിക്കും. അപ്പൊ വൈബ്രേഷൻ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ കുറവായിരിക്കും ഇതില് സൈലന്റ് ചെയിനിനകത്ത് ഉണ്ടാവുക. അപ്പൊ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്, നോയിസ്ലെസ് ഓപ്പറേഷൻ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വൈബ്രേഷനും കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് ടൈപ്പ് ചെയിൻസ് ആണ് നമ്മൾ നോർമലി മെഷീനറീസിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ട്, ഇപ്പൊ ഇത് കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടാണ് രണ്ട് ടൈപ്പ് പറഞ്ഞത്. ഏതൊക്കെ, റോളർ ചെയിൻ ആൻഡ് സൈലന്റ് ചെയിൻ എന്ന് പറഞ്ഞത്. ഇനി ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ നമുക്ക് മെയിൻ ആയിട്ടും 3 ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ആദ്യത്തേത് ഒരു ഷാഫ്റ്റിൽ നിന്ന് വേറെ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള ചെയിനെ നമ്മൾ പവർ ട്രാൻസ്മിഷൻ ചെയിൻസ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് ലിഫ്റ്റിംഗ് ദ ലോഡ്സ്, അതിനെ ഹോയിസ്റ്റിംഗ് ചെയിൻ എന്ന് പറയും. ഹെവി ലോഡ്സിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഹോയിസ്റ്റിംഗ് ചെയിൻ. മൂന്നാമത്തേത് പുള്ളിംഗ് ചെയിൻസ് ആണ്, യൂസ്ഡ് ഇൻ എലിവേറ്റേഴ്സ് ആൻഡ് കൺവേയേഴ്സ്. ലിഫ്റ്റുകളിൽ ഒക്കെ. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. യൂസ് ചെയ്യുന്നത് കൺവെയർ സിസ്റ്റം. കൺവെയർ അതായത് അത് എന്താണ്, ഒരു ട്രാൻസ്മിഷൻ ആണ്. അതായത് മെറ്റീരിയലിനെ ഒരിടത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നതിനാണ് കൺവെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വരുന്ന ഒരു സാധനമാണ് ഏത് കൺവെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ചെയിനെ നമ്മൾ പുള്ളിംഗ് ചെയിൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ 3 രീതികളിൽ ചെയിൻസ് ഉണ്ട്. പവർ ട്രാൻസ്മിഷൻ ചെയിൻസ്, ഹോയിസ്റ്റിംഗ് ചെയിൻസ്, പുള്ളിംഗ് ചെയിൻസ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻസിലും നമ്മൾ ഈ റോളർ ചെയിൻസ് ആണ് സാധാരണ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ സൈക്കിളിന്റെ ഒക്കെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ റോളർ ചെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹെവി ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കേസുകളിലാണ് ഈ സൈലന്റ് ചെയിൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ റോക്ക് ക്രഷ് ചെയ്യുന്ന മെഷീന് അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ അവിടെയൊക്കെയാണ് നമ്മൾ ഈ സൈലന്റ് ചെയിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇപ്പൊ ഹെവി ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കേസുകളിൽ നമ്മൾ സൈലന്റ് ചെയിൻസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതല്ലാതെ നോർമൽ ആപ്ലിക്കേഷൻസിലെല്ലാം ഏത് തരം ചെയിൻ ആയിരിക്കും, റോളർ ചെയിൻ ഡ്രൈവ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്.
അപ്പൊ ഇത്രയാണ് ചെയിൻ ഡ്രൈവിന്റെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ചെയിൻസ്. ഇത് ഇത്രയാണ്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇതില് സ്ലിപ്പ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇല്ല. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞൊരു ഇത് വരുന്നില്ല. കാരണം ബെൽറ്റിന്റെ കേസിലെ പോലെ ഇലോങ്ങേഷൻ എന്നുള്ളൊരു ഇത് വരുന്നില്ല. നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അത് കംപ്ലീറ്റ്ലി നമുക്ക് ഇപ്പൊ ബെൽറ്റിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളത് മാറേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബെൽറ്റ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തേയ്മാനം സംഭവിച്ചു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നോ സ്ലിപ്പ് ഓർ ക്രീപ്പ് ആണ് ഈ ചെയിൻ ഡ്രൈവിൽ വരുന്നത്. ബെൽറ്റിൽ വരുന്ന ഒരു ഡിഫക്റ്റ് ആണ് ക്രീപ്പ് എന്ന് പറയുന്നത്. പിന്നെ വെലോസിറ്റി റേഷ്യോ കൂടുതലാണ്, ഹൈ വെലോസിറ്റി റേഷ്യോ അപ് ടു 8:1. അപ്പോൾ വെലോസിറ്റി റേഷ്യോ കൂടുതലാണ്. സ്ലിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹൈ വെലോസിറ്റി റേഷ്യോ നമുക്കിവിടെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ചെയിൻ ഡ്രൈവ്സ് ഗീവ്സ് എന്താണ് അഡ്വാൻറ്റേജ് ഓഫ് മോർ പവർ കമ്പയർഡ് ടു ബെൽറ്റ്. പിന്നെ ചെയിൻ ഡ്രൈവിൽ എന്താണ് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. ഈ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണെന്ന് പറയാൻ കാര്യം ഗിയർ ഡ്രൈവിനെ അപേക്ഷിച്ചാണ് കേട്ടോ. അപ്പോൾ ബെൽറ്റ് ഡ്രൈവില് നോക്കുമ്പോൾ ചെയിൻ ഡ്രൈവിന് കുറച്ചുകൂടി മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, പ്രോപ്പറായിട്ട് ലൂബ്രിക്കൻസ് ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്യൊക്കെ വേണം. അപ്പൊ ആ മെയിൻ്റനൻസ് ഇതിലുണ്ട് ബെൽറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ ഗിയറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഇതിന് കുറവാണ്. പിന്നെ ഹൈ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഓഫ് അപ് ടു 98%. എബോവ് 90% ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഇതിന് ഉണ്ടായിരിക്കും. പിന്നെ മോർ കോമ്പാക്ട് കമ്പയർഡ് ടു ബെൽറ്റ് ഡ്രൈവ്. സൈസ് അല്ലെങ്കിൽ അത് ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് കുറവാണ്. ഇനി ഡിസഡ്വാൻറ്റേജിലേക്ക് വരുമ്പോൾ ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ഈസ് ഹയർ ദാൻ ബെൽറ്റ്. കാരണം നമ്മളിത് ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ഇത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കോസ്റ്റ് കൂടുതലാണ്. പ്രൊഡക്ഷൻ കോസ്റ്റും കൂടുതലാണ്. ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനുള്ള കോസ്റ്റ് കൂടുതലാണ്. പിന്നെന്താണ് ചെയിൻ ഡ്രൈവിൽ നമ്മൾ റെഗുലർ ആയിട്ട് ഇങ്ങനെ ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ചെയിൻ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നോയ്സി ആണ്, വൈബ്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന ടൈപ്പ് ഡ്രൈവാണ്. ദേ ഹാവ് ലോവർ ലോഡ് കപ്പാസിറ്റി ആൻഡ് സർവീസ് ലൈഫ് കമ്പയർഡ് ടു ഗിയർ ഡ്രൈവ്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം വെച്ചിട്ട് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഹൈ സ്പീഡ് ഹൈ ലോഡ് ആപ്ലിക്കേഷൻസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഗിയർ ഡ്രൈവ് ആയിരിക്കും. അപ്പോൾ ഗിയർ ഡ്രൈവിന്റെ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് 99% ഒക്കെയാണ്. അപ്പോൾ 100% പോസിബിൾ അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ലോസസ് ഉണ്ടാവും. പറഞ്ഞാൽ ഇവിടെ എല്ലാം ഫ്രിക്ഷൻ കൊണ്ടാണല്ലോ. കാരണം ഗിയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണല്ലോ ഗിയർ, നമ്മൾ സ്പ്രോക്കറ്റ് പറഞ്ഞതുപോലെ തന്നെ ആണ് ഗിയർ. അപ്പൊ ഗിയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെയും എന്താണ് ഇവിടെ ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ടാവും. ഇത് തമ്മിൽ കോണ്ടാക്ട് വരുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പൊ അവിടെ നിന്നാണ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇപ്പോ ഗിയർ ഡ്രൈവിനാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഉള്ളത്. ഇനി ഗിയർ ഡ്രൈവിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയായിരിക്കും? 2 വീലുകൾ ഉണ്ടാവും, ടൂത്ത് വീൽ ഉണ്ടായിരിക്കും. ആ ടൂത്ത് വീല് തമ്മിൽ മെഷ് ചെയ്ത് ആണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിനെ പോസിറ്റീവ് ഡ്രൈവ് എന്നും പറയാറുണ്ട്. ഗിയർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡ്രൈവ് ആണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ സപ്പോസ് ഇത് ഡ്രൈവർ ഗിയർ ആണെങ്കിൽ ആ ഡ്രൈവർ ഗിയറിൽ എത്ര പവർ ഉണ്ടോ ആ ഫുൾ എമൗണ്ട് ഓഫ് പവറും ഡ്രിവണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന ട്രാൻസ്മിഷൻ എഫിഷ്യൻസി കൂടുതലാണ്. അപ്പൊ ഇത് എത്ര സ്പീഡിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് റൊട്ടേഷനും ഇതിന് കിട്ടും. പക്ഷെ ബെൽറ്റിന്റെ കേസിലോ അല്ലെങ്കിൽ ചെയിന്റെ കേസിലോ പറയുമ്പോൾ അവിടെ എന്താണ് ബെൽറ്റിൽ സ്ലിപ്പേജ് ഉണ്ടാവാം. അപ്പോൾ ഡ്രൈവർ ഗിയർ കറങ്ങുന്ന അതേ സ്പീഡിൽ ചിലപ്പോൾ ഡ്രിവൺ ഗിയർ കറങ്ങണമെന്നില്ല, സ്പീഡ് കുറവായിരിക്കാം. അപ്പോൾ അത് ബേസ്ഡ് ഓൺ എന്താണ് ഈ ബെൽറ്റിന്റെ കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ ചെയിന്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും അവിടെ പവർ ട്രാൻസ്മിഷൻ. അപ്പോൾ ഇവിടെ ഇത് പോസിറ്റീവ് ഡ്രൈവ് ആണ്. പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് റൊട്ടേഷൻ ഡ്രിവണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ മോഷൻ കംപ്ലീറ്റ്ലി ട്രാൻസ്മിറ്റ് ചെയ്യും. പിന്നെ ചെയിനിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ചെറിയ ഗിയറും ഉണ്ട്, വലിയ ഗിയറും ഉണ്ട്. അപ്പോൾ ചെറിയ ഗിയറിനെ എപ്പോഴും പിനിയൻ എന്നാണ് പറയുന്നത്, വലിയ ഗിയറിനെ നമ്മൾ ഗിയർ അല്ലെങ്കിൽ ഗിയർ വീൽ എന്ന് പറയും. അപ്പോൾ ഇത് സാധാരണ പാരലൽ ഷാഫ്റ്റ്, നോൺ പാരലൽ ഷാഫ്റ്റ്, കോപ്ലനർ, ഇന്റർസെക്റ്റിംഗ് അല്ലെങ്കിൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾ ഏത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസിലും നമുക്ക് ഗിയർ ഡ്രൈവ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഈ ഗിയർ ഡ്രൈവിന്റെ പ്രത്യേകത. ഇനി
ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓട്ടോമൊബൈൽ ആപ്ലിക്കേഷൻസിൽ ഇത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഓട്ടോമൊബൈലിന്റെ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? ഗിയർ ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിക്ക് യൂസ് ചെയ്യും, മറൈൻ എഞ്ചിൻസ്, ലെയ്ത്ത്, അതുപോലെയുള്ള മെഷീനറികൾ, അവിടെ എല്ലാം നമ്മൾ ഈ പറഞ്ഞ ഗിയർ ഡ്രൈവ്സ് യൂസ് ചെയ്യും. അപ്പോൾ മെഷീൻ ടൂൾസിലെല്ലാം യൂസ് ചെയ്യും, ലെയ്ത്ത്, മില്ലിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, അതുപോലുള്ള മെഷീൻസിലെല്ലാം യൂസ് ചെയ്യും. മറൈൻ എഞ്ചിൻസ്, ഓട്ടോമൊബൈൽസ്, അതുപോലെ കൺസ്ട്രക്ഷണൽ മെഷീനറീസ്, റോളിംഗ് മിൽസ്, ഇതിലൊക്കെ നമ്മൾ ഗിയർ ഡ്രൈവുകൾ യൂസ് ചെയ്യും. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗിയേഴ്സ് ആണ് നമ്മൾ ഈ ഗിയർ ഡ്രൈവിനായിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് ഷാഫ്റ്റ്, സ്പീഡ് ഓഫ് ഷാഫ്റ്റ്, അതുപോലെ ടൈപ്പ് ഓഫ് ഗിയറിംഗ് റിക്വയർഡ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗിയറിന്റെ ക്ലാസിഫിക്കേഷൻസ് പറയുന്നത്. അപ്പോൾ ഒരുപാട് വൈഡായിട്ട് പോകേണ്ട കാര്യമില്ല. ഓരോ ഗിയേഴ്സും അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എവിടെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് അറിയേണ്ടത്. അപ്പൊ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്പർ ഗിയർ ആണ്. സ്പർ ഗിയർ. അപ്പോൾ സ്പർ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു വർക്ക് പീസ് ഉണ്ടായിരിക്കും. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു വർക്ക് പീസ്, അതിന്റെ പെരിഫറയിൽ അല്ലെങ്കിൽ സർക്കംഫറൻസിൽ ഇതുപോലെ ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. ആ ആക്സിസിന് പാരലായിട്ടാണ് ഈ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ആ സിലിണ്ടറിക്കൽ സർഫസിൽ അല്ലെങ്കിൽ ഇതിന്റെ സർക്കംഫറൻസിൽ എന്താണ്, പാരലൽ ടു ദ ആക്സിസ് ഓഫ് ഷാഫ്റ്റ് ആണ് ടീത്ത് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പർ ഗിയർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ട് പാരലൽ ഷാഫ്റ്റ് അല്ലെങ്കിൽ പാരലൽ ഷാഫ്റ്റിനിടയ്ക്ക് പവർ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് സ്പർ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോ സ്പർ ഗിയർ വരുമ്പോൾ ഇവിടെ എൻഗേജ് ഗിയേഴ്സിന്റെ ടീത്തുകൾ നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഇവിടെ ഇത്രയും ലെങ്തിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എൻഗേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നോയ്സ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ ഒരു എൻഗേജ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ എൻഗേജ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ആ കോണ്ടാക്ട് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോയ്സ് ഓപ്പറേഷൻ ആയിരിക്കും, വളരെ നോയ്സ് ആയിരിക്കും. ഇത് തമ്മിൽ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നോയ്സ് ആയിരിക്കും. അതുപോലെ തന്നെ വെയർ ആൻഡ് ടിയറും കൂടുതലായിരിക്കും. അപ്പോ അതാണ് സ്പർ ഗിയറിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോ ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള വർക്ക് പീസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഗിയർ ടീത്ത് കട്ട് ചെയ്യുമല്ലോ, അപ്പൊ അതിന് മുമ്പായിട്ട് ഇതെന്താണ്, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു സാധനമായിരുന്നു. അതിനെയാണ് ബ്ലാങ്ക് എന്ന് പറയുന്നത്, ഗിയർ ബ്ലാങ്ക് എന്ന് പറയും. അപ്പൊ ഗിയർ ബ്ലാങ്കിന്റെ സർഫസിൽ ഔട്ടർ പെരിഫറിയിലാണ് നമ്മൾ ഈ ടീത്ത് കട്ട് ചെയ്യുന്നത്. അപ്പൊ പാരലായിട്ട് കട്ട് ചെയ്യുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത്, സ്പർ ഗിയർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഹെലിക്കൽ ഗിയർ ആണ്. അപ്പൊ ഇതും സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതാണ്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത എന്താണ്, ഇതാണ് ആക്സിസ്. ഈ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് എന്ത് കട്ട് ചെയ്തിരിക്കുന്നത്, ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇതാണ് ആക്സിസ് എങ്കിൽ ആ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് എന്ത് കട്ട് ചെയ്തിരിക്കുന്നത്, ഗിയറിന്റെ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഹെലിക്കൽ സ്ക്രൂവിന്റെ ഷേപ്പിലാണ് ശരിക്കും ഏത് കട്ട് ചെയ്തിരിക്കുന്നത്, ഹെലിക്കൽ സ്ക്രൂവിന്റെ ഷേപ്പിലാണ് ഇതിന്റെ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇൻക്ലൈൻ ടു ദ ആക്സിസ് ഓഫ് ഷാഫ്റ്റ്, ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി സ്പർ ഗിയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹെവി ലോഡ്സ് ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസിൽ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഒരു പോയിന്റിലാണ് കോണ്ടാക്ട്. അപ്പോൾ സ്പർ ഗിയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ഓപ്പറേഷൻ ആയിരിക്കും, നോയ്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഓട്ടോമൊബൈൽ പവർ ട്രാൻസ്മിഷൻസിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഗിയർ ആയിരിക്കും, ഹെലിക്കൽ ഗിയേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഹെലിക്കൽ ഗിയറിൽ തന്നെയുള്ള വേറൊരു വെറൈറ്റിയാണ് ഡബിൾ ഹെലിക്കൽ ഗിയർ, ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയുന്നത്. ഡബിൾ ഹെലിക്കൽ ഗിയറും ഹെറിംഗ് ബോൺ ഗിയറും അപ്പൊ രണ്ടും എന്താണ്, ഇപ്പൊ ഇവിടെ ഈ ആദ്യം കാണുന്ന ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡബിൾ ഹെലിക്കൽ ഗിയർ. അപ്പൊ ഇതൊരു ഒറ്റ ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള പീസാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടീത്ത് ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മുടെ ഗിയറിന്റെ
ഇതിന്റെ ആക്സിസ് ഇതാണെങ്കിൽ ആ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ട് ഇവിടെ ടീത്ത് കട്ട് ചെയ്തു. അടുത്ത ഡയറക്ഷനിൽ അല്ലെങ്കിൽ അതിന് നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെയും ടീത്ത് കട്ട് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഒരു കോളർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു കോളർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇടയ്ക്കൊരു സ്പേസിംഗ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡബിൾ ഹെലിക്കൽ ഗിയർ എന്നാണ് പറയുന്നത്. ഇനി ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഈ സെയിം സംഭവം തന്നെയാണ്, പക്ഷെ ഇതിന് ഇടയ്ക്ക് എന്തില്ല, ഈ പറഞ്ഞതുപോലെ ഒരു കോളർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനാണ് ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയുന്നത്. അപ്പൊ ഡബിൾ ഹെലിക്കൽ ആൻഡ് ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഹെലിക്കൽ ഗിയർ തന്നെയാണ്. ഹെലിക്കൽ ഗിയറിന്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. അടുത്തത് ബെവൽ ഗിയർ ആണ്. ബെവൽ ഗിയർ എന്ന് പറയുമ്പോൾ ഇതൊരു കോണിക്കൽ ഷേപ്പിലുള്ള ഗിയർ ആയിരിക്കും. ട്രങ്കേറ്റഡ് കോണിക്കൽ ഷേപ്ഡ് ഗിയേഴ്സ് ആണ് ബെവൽ ഗിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ ഡബിൾ ഹെലിക്കൽ ആയാലും ഹെലിക്കൽ ഗിയർ ആയാലും സ്പർ ഗിയർ ആയാലും അവിടെ എല്ലാം നമ്മൾ പാരലൽ ഷാഫ്റ്റിൽ പവർ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബെവൽ ഗിയറിന്റെ കേസ് പറയുമ്പോൾ അവിടെ ഇപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ബിവൽ ഗിയർ ആണ്. ഇപ്പൊ ഈ ഒരു ഗിയറിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഗിയറിൻ്റെത് ഇങ്ങനെയാണ്. അപ്പൊ ഈ ആക്സിസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ നോൺ പാരലൽ ബട്ട് ഇന്റർസെക്ടിങ് ഷാഫ്റ്റ്. നോൺ പാരലൽ എന്ന് പറയാൻ കാര്യം ഇതെന്താണ്, ഇവിടുത്തേക്ക് 90 ഡിഗ്രിയാണ്. അപ്പൊ 90 ഡിഗ്രി തന്നെ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല, ഏത് ആംഗിളിൽ വേണമെങ്കിലും വരാം. അപ്പോ അങ്ങനെ വരുന്ന ഗിയറുകളാണ് ബിവൽ ഗിയർ എന്ന് പറയുന്നത്, ബിവൽ ഗിയർ. ഓക്കെ, ഇനി അപ്പോ അതർ ദാൻ 90 ഡിഗ്രി വരാം, അപ്പൊ റൈറ്റ് ആംഗിൾസ് വരാം, അല്ലെങ്കിൽ അതർ ദാൻ 90 ഡിഗ്രി വരാം. അപ്പൊ അങ്ങനെയുള്ള ഗിയറുകളെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ബിവൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒട്ടുമിക്ക കേസുകളിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതല്ലാത്തതും യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് ബിവൽ ഗിയർ എന്ന് പറയുന്നത്. ഇനി ഇതാ ഈ ഒരു ഫിഗറിലേക്ക് നോക്കുക. ഇപ്പൊ ഇത് ഡ്രൈവർ ഷാഫ്റ്റ് ആണെന്ന് വിചാരിക്കാം, ഡ്രൈവർ ഗിയർ ആണ് ഇത് ഡ്രിവൺ ഗിയറുമാണ്. ഇതിന്റെ രണ്ടിന്റെയും സൈസ് സെയിം ആണെന്ന് വെച്ചു, രണ്ടിന്റെയും സൈസ് സെയിം ആണ്. അതുപോലെ തന്നെ ഇതിനിടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ രണ്ട് സെയിം ഡയമെൻഷൻസ് ഉള്ള, അപ്പോൾ ഗിയറിന്റെ സ്പെസിഫിക്കേഷൻസ് രണ്ടും സെയിം ആണ്, അല്ലെങ്കിൽ ഗിയറിന്റെ ഡയമെൻഷൻസ് രണ്ടും സെയിം ആണ്. അങ്ങനെ ഉള്ള രണ്ട് ബിവൽ ഗിയേഴ്സ് തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഗിയറിനെ, ബിവൽ ഗിയർ തന്നെയാണത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഡ്രൈവർ ഗിയറിൽ എത്ര ടീത്ത് ഉണ്ടോ അത്രയും എമൗണ്ട് ഓഫ് ടീത്ത് തന്നെ ആയിരിക്കും ഡ്രിവൺ ഗിയറിലും ഉണ്ടാവുക. അപ്പൊ പറഞ്ഞ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, സെയിം സൈസ് ആണ്. അപ്പൊ സൈസ് സെയിം ആയിട്ടുള്ള ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ഉള്ള രണ്ട് ബിവൽ ഗിയേഴ്സ്. ഇതിന്റെ ആക്സിസ് തമ്മിലുള്ള അല്ലെങ്കിൽ ഇതിന് ആക്സിസിനിടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾസ് ആണ്, 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ബിവൽ ഗിയറിനെ മിറ്റർ ഗിയർ എന്നാണ് പറയുന്നത്, MITRE, മിറ്റർ ഗിയർ. അപ്പൊ മിറ്റർ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്, എന്ത് ഗിയർ തന്നെയാണ്, ബിവൽ ഗിയർ തന്നെയാണ്. അപ്പോൾ അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയായിരിക്കും, ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ഡയമെൻഷൻസ് ഉള്ള ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ഉള്ള രണ്ട് ബിവൽ ഗിയേഴ്സ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന എന്താണ്, സ്പർ ടീത്ത് ആണ്. സ്പർ ടീത്ത് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിന് പാരലായിട്ട് തന്നെ ആയിരിക്കും ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആക്സിസിന് പാരലായിട്ട് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ഹെലിക്കൽ ഷേപ്പിൽ ഇതുകൊണ്ട് ടീത്ത് കട്ട് ചെയ്യുക, ഇൻക്ലൈൻഡ് ആയിട്ടും ടീത്ത് കട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ പല രീതികളിൽ ബിവൽ ഗിയേഴ്സ് ആപ്ലിക്കേഷൻസ് അനുസരിച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം, നോൺ പാരലൽ ആയിട്ടുള്ള പക്ഷെ ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള ഷാഫ്റ്റുകൾ, അതിനിടയ്ക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, ബിവൽ ഗിയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് വേം ആൻഡ് വേം വീൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേം ഗിയർ. അപ്പൊ വേം ഗിയർ എന്ന് പറയുന്നത് യൂസ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ നോൺ ഇന്റർസെക്റ്റിംഗ് നോൺ പാരലൽ ഷാഫ്റ്റ്, നോൺ ഇന്റർസെക്റ്റിംഗ് നോൺ പാരലൽ ഷാഫ്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ അറിയാം, എന്താ ഇവിടെ ഇതുപോലെ ഒരു സിലിണ്ട്രിക്കൽ റോഡ് ഉണ്ട്, അതില് ഇതുപോലെ സ്പൈറൽ ആയിട്ടുള്ള ടീത്തുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സ്പൈറൽ ടീത്ത്. വേറെ ഒരെണ്ണത്തെ എന്താണ്, ഒരു ഗിയർ, നമ്മൾ നോർമൽ ഗിയറുമാണ്. അപ്പൊ ഇങ്ങനെ ഈ ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഡയമീറ്റർ കുറവുള്ള ഈ ഒരു റോഡിനെയാണ് നമ്മൾ വേം എന്ന് പറയുന്നത്, വേം. പിന്നെ ഹെലിക്കൽ ടീത്ത്, ഇതാ ഇവിടെ ഈ വീല്, അതായത് ഈ സർക്കുലർ ഷേപ്പിലുള്ള ഇതിനെയാണ് നമ്മൾ വേം വീൽ അല്ലെങ്കിൽ വേം ഗിയർ എന്ന് പറയുന്നത്. അപ്പോ
ഇത് ഹെലിക്കൽ അല്ലെങ്കിൽ സ്പൈറൽ ഷേപ്പിലായിരിക്കും എന്നാണ് നമ്മൾ സ്ക്രൂവിന്റെ ഒക്കെ ത്രെഡ് പോലെ, സ്ക്രൂവിന്റെ ഒക്കെ ത്രെഡ് കട്ട് ചെയ്തിരിക്കുന്നത് പോലെ ആയിരിക്കും വേമിന്റെ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ വേം എന്ന് പറഞ്ഞത് ഈ സിലിണ്ടറിക്കൽ റോഡാണ്, അതിൽ ഈ പറഞ്ഞതുപോലെ ഹെലിക്കൽ ടീത്ത് കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ലാർജർ ആയിട്ടുള്ള വലിയ ഡയമീറ്റർ ഉള്ള ഈ ഒരു വീലിനെ നമ്മൾ വേം ഗിയർ എന്ന് പറയും, അല്ലെങ്കിൽ ഗിയർ വീൽ എന്ന് പറയും. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ആംഗിൾ, അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഷാഫ്റ്റിന്റെ ആക്സസ് ഇതാണ്, ഈ ഷാഫ്റ്റിന്റെ ആക്സസ് ഇതാണ്. ഇത് ഒരിക്കലും ഒരിടത്തും ഇന്റർസെക്ട് ചെയ്യത്തില്ല. അപ്പൊ നോൺ ഇന്റർസെക്ടിങ് ആയിട്ടുള്ള നോൺ പാരലൽ ആയിട്ടുള്ള ഷാഫ്റ്റുകളിലാണ് നമ്മൾ ഏത് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്, വേം ആൻഡ് വേം ഗിയർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എപ്പോഴും ഡ്രൈവർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ വേം ആയിരിക്കും. വേമിൽ നിന്ന് വേം വീലിലേക്കായിരിക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. തിരിച്ച് പോസിബിൾ ആവത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സൈസ്, ഇതിന്റെ ഒരു ഡയമെൻഷൻ വെച്ച് നോക്കിയാൽ ഇതിന്റെ സൈസ് വളരെ ചെറുതാണ്. അപ്പോൾ ഈ പവർ ട്രാൻസ്മിഷൻ എഫക്റ്റീവ് ആയിട്ട് നടക്കത്തില്ല. അപ്പോ ഡ്രൈവറായിട്ട് എപ്പോഴും വരുന്നത് ഏതായിരിക്കും, വേം ആയിരിക്കും. വേമിൽ നിന്ന് വേം ഗിയറിലേക്കായിരിക്കും പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചെറിയ വീലിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയ വേമിൽ നിന്ന് വലുതിലേക്കാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നോൺ ഇന്റർസെപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ ഒരു ഫിഗറിൽ ഇപ്പൊ നോക്കിയാൽ അറിയാം, ഈ ഷാഫ്റ്റിന്റെ ഈ താഴെ കൊടുത്തിരിക്കുന്ന വീലിന്റെ ആക്സസ് ഇതാണ്, താഴെ കൂടെ വീലിന്റെ ആക്സസ് ഇതാണ്, വേമിന്റെ ആക്സസ് ഇങ്ങനെയാണ്. അപ്പൊ ഇതൊരിക്കലും ഒരിടത്തും മീറ്റ് ചെയ്യുന്നില്ല, ശരിയല്ലേ? ഇത് ഒരിടത്തും മീറ്റ് ചെയ്യുന്നില്ല. ഇതാണ് ഇതിന്റെ ആക്സസ്, ഇതാണ് ഇതിന്റെ ആക്സസ്. അപ്പൊ ഇത് എവിടെയും മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ നോൺ ഇന്റർസെക്റ്റിംഗ് എന്ന് പറയാൻ കാര്യം. ആക്സസുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യത്തില്ല. പക്ഷെ ബിവൽ ഗിയറിന്റെ ഒക്കെ കേസിൽ എന്താണ്, ആക്സസ് ഇന്റർസെക്ട് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ബിവൽ ഗിയറിന്റെ കേസിൽ ഇത് ഒരാക്സസ്, ഇതിന്റെ ആക്സസ് ഇതുമാണ്. അപ്പൊ ഇത് തമ്മിൽ എന്ത് ചെയ്യും, ഇന്റർസെക്ട് ചെയ്യും. പക്ഷെ വേമിന്റെ കേസിൽ അത് ഇന്റർസെക്ട് ചെയ്യത്തില്ല. പിന്നെ നമ്മൾ പറഞ്ഞു വേം വീല്, ഈ വലുതാണ് വേം വീൽ എന്ന് പറയുന്നത്, ചെറുത് വേമുമായിരിക്കും. അപ്പൊ ഇതാണ് ഡ്രൈവർ, ഇതാണ് ഡ്രൈവർ. വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് ഇവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്പീഡ് റിഡക്ഷൻ ഒക്കെ പോസിബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഈ വേം ആൻഡ് വേം വീലാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. സ്പീഡ് റിഡക്ഷൻ, വെരി ഹൈ സ്പീഡ് റിഡക്ഷൻ ആപ്ലിക്കേഷൻസിലൊക്കെ വരുന്ന കേസിൽ നമ്മൾ എന്താണ്, ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേം ആൻഡ് വേം വീൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേം ആൻഡ് വേം ഗിയർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആയിരിക്കും, ഗിയർ ഡ്രൈവ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു ഡ്രൈവ് ആണ് റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെന്റ്. റാക്ക് ആൻഡ് പിനിയൻ. അപ്പൊ റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എന്താണ്, ഈ കാണുന്നത് പോലെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബ്ലാങ്ക് ആയിരിക്കും. അതിന്റെ സർഫസിൽ ഇതേപോലെ ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടാകും, സ്പർ ടീത്ത് കട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് മുകളിൽ എന്തായിരിക്കും, ഒരു വീല് അല്ലെങ്കിൽ ഒരു ഗിയർ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇപ്പൊ സപ്പോസ് ഈ ഗിയറിന് അല്ലെങ്കിൽ ഈ ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഈ ഒരു ഗിയറിന് നമ്മൾ ഡ്രൈവ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ പവർ കൊടുക്കുകയാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് മെഷ് ചെയ്ത് എന്ത് ചെയ്യും, ഈ റാക്ക് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യേ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി തിരിച്ചാണെങ്കിലോ, നമുക്കിപ്പോൾ ഓസിലേറ്റിംഗ് മോഷനാണ് നമുക്കുള്ളത്. ഈ ഓസിലേറ്റിംഗ് മോഷൻ ആണെങ്കിൽ അപ്പൊ ഇവിടെ നിന്നാണ് ഡ്രൈവ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഓസിലേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കാം, ഈ ഗിയർ വീല് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ്, ഒരു മോഷനെ വേറൊരു മോഷനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ മോഷൻ അല്ലെ ഓസിലേറ്ററി മോഷനെ റൊട്ടേഷൻ ആക്കാനും അല്ലെങ്കിൽ തിരിച്ചും നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നത്, റാക്ക് ആൻഡ് പിനിയൻ ആണ് യൂസ് ചെയ്യുന്നത്.
അപ്പൊ ഇത്രയാണ് നമ്മൾ സാധാരണ ഗതിയിൽ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു ഗിയർ ഡ്രൈവിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ ഏതായിരുന്നു? സ്പർ ഗിയർ ഉണ്ട്, ഹെലിക്കൽ ഗിയർ ഉണ്ട്, അതുപോലെ ബിവൽ ഗിയർ ഉണ്ട്, വേം ആൻഡ് വേം വീൽ ഉണ്ട്, റാക്ക് ആൻഡ് പിനിയൻ ഉണ്ട്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.